കലോത്സവത്തിനൊരുങ്ങി അല്ലെങ്കിൽ കലാമാമാങ്കത്തിനൊരുങ്ങി അനന്തപുരി. കഴിഞ്ഞ 11 വർഷമായി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ ഏറ്റവും മികച്ച സ്കൂൾ ഏത് എന്ന ചോദ്യം, അതൊക്കെ ഒന്നുകൂടി ചോദിച്ചും ഉത്തരം പറഞ്ഞുമൊക്കെ ഇരിക്കേണ്ട ഒരു സമയമാണല്ലോ അല്ലേ? അതെ, ഏതാണെന്ന് ചോദിച്ചാൽ പാലക്കാട് ആലത്തൂരിലെ BSS ഗുരുകുലമാണ്. ഇത്തവണ 12ാം കപ്പിനായി ഗുരുകുലം ഇറങ്ങുമ്പോൾ അവസാനവട്ട പരിശീലനങ്ങൾ തകൃതിയായി നടക്കുന്നുണ്ട്. നാളെ ഗുരുകുലത്തിന്റെ കുട്ടികൾ തിരുവനന്തപുരത്തേക്ക് തിരിക്കും. എപ്പോൾ ഗുരുകുലത്തിന്റെ വിശേഷങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. പൂരക്കളിയിലെ ഈ ആവേശം പോലെ ഗുരുകുലത്തിലെ കുട്ടികൾ 44 ഇനങ്ങളുമായി തിരുവനന്തപുരത്തേക്ക് എത്തുകയായി. ജീവിതമല്ലോ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു ചരിത്രം അത് നിലനിർത്താനും പുതിയ ചരിത്രം കുറിക്കാൻ വേണ്ടിയാണ്, ഞങ്ങൾ ജയിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. ഗുരുകുലത്തിൽ ഇവിടുന്ന് പോകുന്ന എല്ലാവരും പറയുന്നത് വി ആർ ഗോയിങ് വിത്ത് ഫയർ ആൻഡ് ദേ ആർ കമ്മിങ് വിത്ത് ഫിയർ എന്നാണ്. അപ്പോൾ ഞങ്ങൾ ആ ഫയറോടുകൂടി തന്നെ എത്ര പുലിക്കുട്ടികൾ വന്നാലും ഞങ്ങൾ സിംഹമാണ്, ഞങ്ങൾ ഗർജിക്കുക തന്നെ ചെയ്യും. ലൈക്ക് വി ആർ ദ കിങ് ആൻഡ് ഞങ്ങളാണ് രാജാക്കന്മാരെന്ന് ഞങ്ങൾ സ്വയം വിശ്വസിക്കുന്നത്. ഇനി ഈ വർഷം പത്മനാഭന്റെ മണ്ണിൽ ഞങ്ങൾ പോകുന്നത് അവിടെയുള്ള എല്ലാവരെയും ഞങ്ങൾ പാലക്കാടിന്റെ ആ ഒരു വിജയത്തുടുപ്പ് കാണിക്കാൻ വേണ്ടി മാത്രം തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. ഒന്നും രണ്ടുമല്ല, തുടർച്ചയായ 11 വർഷങ്ങൾ സംസ്ഥാനത്തെ മറ്റു സ്കൂളുകൾ അറിയാൻ ആഗ്രഹിക്കുന്ന ആ ഗുരുകുലം മാജിക് എന്താണ്? കുട്ടികളും അധ്യാപകരും അതിനോടൊപ്പം രക്ഷിതാക്കളും മാനേജ്മെൻറ്റും എല്ലാം അത് ഇഷ്ടപ്പെടുന്നു, കലയെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പോൾ അതിൽ നിന്നും ഉണ്ടാകുന്ന ഫയറാണ് നമ്മളെ ഇതിലേക്ക് നയിക്കുന്നത്. അത് മറ്റുള്ളവർ കാണുമ്പോൾ അതൊരു മാജിക്കായി തോന്നുന്നു, പക്ഷേ ദിസ് ഈസ് സംതിങ് ലൈക്ക് ഇൻസൈഡ് വി ഹാവ് സം ഫയർ, അതാണ് കാര്യം. ഇപ്പോൾ ഇൻഡിവിജ്വൽസിൻ്റെ കേസിൽ അവർ വെക്കേഷൻ തൊട്ട് പരിശ്രമിക്കുന്നതാണ്. ഇപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിലും അങ്ങനെ തന്നെയാണ്. ഞാൻ എൻ്റെ ഇൻഡിവിജ്വൽസ് വെക്കേഷൻ തൊട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയാണ്. പന്ത്രണ്ടാം കിരീടത്തിൽ കുറഞ്ഞ ഒരു ലക്ഷ്യവും ഗുരുകുലത്തിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതിനു വേണ്ടിയിട്ടുള്ള കഠിന പരിശ്രമമാണ് ഈ കാണുന്നത്. നിഖിൽ പ്രമേഷ്, 24 പാലക്കാട്. അപ്പോൾ അതാണ് പാലക്കാട് നിന്നുള്ള വിശേഷങ്ങൾ. എന്തായാലും ഇതുപോലെ മറ്റ് ജില്ലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളൊക്കെ ഒരുക്കം തകൃതിയായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരെല്ലാവരും തിരുവനന്തപുരത്തേക്ക് വരാനുള്ള ഒരുക്കത്തിലാണ്. 15,000-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന കലാമാമാങ്കമാണ് നടക്കാൻ പോകുന്നത്. ഇപ്പോൾ 24 പൂർണ്ണ സജ്ജമാണ്. നമ്മൾ ഉണ്ടാകും അവിടെ. അപ്പോൾ നമ്മൾ പ്രേക്ഷകരെ നേരിട്ട് അവിടെ നിന്ന് കാണും അല്ലേ? അതെ, 4-ാം തീയതി തൊട്ട് 8-ാം തീയതി വരെ നമ്മൾ അവിടെ ഉണ്ടാകും. അനന്തകലാപുരി നമ്മൾ പൊളിക്കാൻ പോവുകയാണ്. അപ്പോൾ അവിടെ പ്രേക്ഷകർ ഈ പറഞ്ഞ പോലെ നമ്മുടെ കൂടെ ഉണ്ടാവുന്ന ഒരു ഉറപ്പ് നമുക്കുണ്ട്. അപ്പോൾ അതൊക്കെ ആ വിശേഷങ്ങളാണ്. നമുക്കിനി അടുത്ത വാർത്തകളിലേക്ക് പോകാം. അതിന് മുമ്പ് കമന്റ് ബോക്സിൽ ഒന്നുകൂടെ വരാം. അതിന് മുമ്പ് സമയം ഒന്നുകൂടെ പറയാം. 6:38 ആയിരിക്കുന്നു ഇപ്പോൾ സമയം. എത്ര പ്രേക്ഷകർ, എത്ര നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊക്കെ ജോഗിങ്ങിനായി ഇറങ്ങിയിട്ടുണ്ട്, നടക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ടെന്ന് അറിയിക്കുക. പാലക്കാടിന്റെ പിള്ളേരുടെ ഫയർ കണ്ടോ? കൊള്ളാം, കുട്ടികൾ പരപരാ വെളുത്തതേ ഉള്ളൂ നേരം. നിങ്ങളൊന്ന് പയ്യെ നടക്കുക. അപ്പൊ പ്രകൃതിക്ക് ഒരാളോട് കൂടിയല്ലോ. അതെ, കോട്ടയംകാരനാണോ എന്തോ. സൂപ്പർ ഫോർട്ട് കൊച്ചി പ്രജി എന്ന് പറയുന്നുണ്ട്. പ്രജിനൊരു പാട്ട് പാടാൻ നമുക്ക് പാടാം. ആലോചിച്ചുകൊണ്ടിരിക്കുക ഞാൻ. പെട്ടെന്ന് പാടാം. ഗാനങ്ങൾ ചിറകറ്റ ശലഭങ്ങളായി ഗഗനം മഹാമൗനഗേഹമായി. ഗാനങ്ങൾ ചിറകറ്റ ശലഭങ്ങളായി ഗഗനം മഹാമൗനഗേഹമായി. ദേവി ഭുവനേശ്വരി സൗപർണികാമൃതവീജികൾ പാടും നിന്റെ സഹസ്രനാമങ്ങൾ, പ്രാർത്ഥനാ തീർത്ഥമാടും നിൻ പദം തേടും
നിന്റെ പാതാരവിന്ദങ്ങളമ്മേ ജഗദംബികേ മൂകാംബികേ. പെട്ടെന്ന് എന്താണ് ഈ പാട്ട് പാടാൻ തോന്നിയറിയില്ല, പാട്ട് പാടാൻ തോന്നി, പാടി, അതാണല്ലോ അല്ലേ? അതെ. ഈ പാട്ട് എഴുതിയത് ആരാണ്, ഓർമ്മയുണ്ടോ? പെട്ടെന്ന് ചോദിക്കരുത്. ഓക്കെ, അപ്പൊ നമ്മൾ പ്രേക്ഷകരിലേക്ക് ആ ക്വസ്റ്റ്യൻ അങ്ങോട്ട് ടോസ് ചെയ്യാണ്. എന്ന പടത്തിലെ പാട്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ നമുക്ക് കമന്റ് ബോക്സിലേക്ക് പെട്ടെന്ന് വരാം. ദാ പാലക്കാടിനെ കുറിച്ചൊക്കെ ആ സ്റ്റോറി കണ്ടപ്പോൾ ഒരുപാട് പ്രേക്ഷകർ പാലക്കാടിനെ സപ്പോർട്ട് ചെയ്തൊക്കെ കമന്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നല്ല ദോശ കഴിക്കട്ടെ എന്ന് ആരോ ചോദിച്ചല്ലോ. ഷെരീഫ് വെള്ളൂർ, നല്ല ദോശ കഴിക്കട്ടെ അതാണ് കമന്റ് കേട്ടോ. പ്രജിൻ പ്രവിത ഹായ്, ടീം 24 പാട്ട് സൂപ്പർ എന്നൊക്കെ പറയുന്നുണ്ട്. രാവിലെ നല്ല പാട്ടാണല്ലോ എന്നൊക്കെ ഒരുപാട് പ്രേക്ഷകർ കമന്റ് ചെയ്യുന്നു. അപ്പൊ കമന്റ് ഒക്കെ പോരട്ടെ, നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോകാം. അതെ, പാട്ടിലൂടെ മൂകാംബികയിൽ എത്തിയെന്ന് ഒരു പ്രേക്ഷകൻ പറയുന്നുണ്ട്. ഇനി വളരെ സീരിയസ് ആയ പ്രേക്ഷകരുടെ ശ്രദ്ധ ഏറെ വേണ്ട ഒരു റിപ്പോർട്ടിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ചൂരൽമല സ്വദേശിയായ വിവേകിന്റെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി ഇനി വേണ്ടത് 55 ലക്ഷം രൂപയാണ്. ദുരന്തബാധിതരായ മനുഷ്യരുടെ ഒത്തുചേർന്നുള്ള ഇടപെടലിൽ ഇതുവരെ 15 ലക്ഷം രൂപ സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കൊച്ചിയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് നിലവിൽ വിവേക് ഉള്ളത്. വിവേകിന് വേണ്ടി 900 കണ്ടി ടൂറിസം കേന്ദ്രത്തിലെ ജീപ്പ് ഡ്രൈവേഴ്സും ചുരൽമലയിലെ നവോദയ ക്ലബ്ബ് പ്രവർത്തകരും ഒത്തുചേർന്ന് ധനസമാഹരണം നടത്തിയിട്ടുണ്ട്. ഗുരുതരമായ കരൾ രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന ചൂരൽമല സ്വദേശിയായ വിവേകിന്റെ സ്ഥിതി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നിരവധി തവണ 24 തന്നെ ആ വിഷയം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വാർത്ത ചെയ്തിരുന്നു. പലതരത്തിൽ ഉള്ള കൈകോർക്കലുകൾ ചൂരൽമല കേന്ദ്രീകരിച്ചും ഒപ്പം തന്നെ മേപ്പാടി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചും ഉണ്ടാകുന്നുണ്ട്. അത്തരത്തിൽ ഒരു സഹായ വിതരണം 900 കണ്ടിയിൽ നടന്നു. ഇവിടുത്തെ ഈ എഫക്റ്റഡ് ഏരിയയിൽ ദുരന്തം ബാധിച്ച പ്രദേശങ്ങളിലെ ജീപ്പ് ഡ്രൈവർമാരാണിവർ. അവർ ചേർന്ന് നിന്നുകൊണ്ട് ഒരു തുക സമാഹരിച്ച് ഈ ഫണ്ടിലേക്ക് നൽകുകയുണ്ടായി. ഒപ്പം തന്നെ നവോദയ ക്ലബ്ബ്, ചൂരൽമലയിലെ ക്ലബ്ബാണ്, അവരും ഇതുപോലെ തന്നെ ധനം സമാഹരിച്ച് നൽകുന്ന സ്ഥിതിയുണ്ടായി. എന്നിട്ട് പോലും ആ ഒരു 70 ലക്ഷം എന്നുള്ള സംഖ്യയിലേക്ക് എത്താത്ത ഒരു സ്ഥിതിയുണ്ട്. പല കോണുകളിൽ നിന്നും ഇനിയും വിവേകിന് വേണ്ടി സഹായം ലഭ്യമാക്കേണ്ടതുണ്ട് അല്ലേ? എന്താണ് ഒരു പൊതുസ്ഥിതി? വിവേകിന്റെ കാര്യം വളരെ മോശത്തിൽ തന്നെയാണ് പോണത്. ഇപ്പോൾ ഫണ്ട് വന്നത് നമുക്ക് 70 ലക്ഷം റുപ്യാണ് ഹോസ്പിറ്റലിൽ ചെലവ് വരുന്നത്. അതിനിപ്പോൾ 15 ലക്ഷം റുപ്യ കിട്ടിയിട്ടുണ്ട്. ഇന്നിപ്പോൾ രാവിലെ നമ്മുടെ 900 കണ്ടിയിലെ ഡ്രൈവർമാരും അതുപോലെ മേലെ ഉള്ള റിസോർട്ടുകളും നമുക്ക് നല്ലൊരു സംഖ്യ തന്നെയാണ് തന്നിട്ടുള്ളത്. അത് ഏറ്റുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കള്ളാടിയിലേക്ക് വന്നിട്ടുള്ളത്. ഇനി ഒരു 55 ലക്ഷം റുപ്യയുടെ കൂടി സഹായമാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ 15 ലക്ഷം റുപ്യാണ് അതിലേക്ക് ആയിട്ടുള്ളത്. എന്താണ് മകന്റെ ഇപ്പോൾ കുറച്ച് ഗുരുതരമായ രീതിയിൽ തന്നെയാണ് പോകുന്നത്. അപ്പം എത്രയും പെട്ടെന്ന് ചികിത്സ കിട്ടിയാൽ രക്ഷപ്പെടും എന്നുള്ളതാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെല്ലാവരും പ്രയത്നിക്കുന്നത്. ഇപ്പോൾ ഇവരോടൊന്നും തീർത്താ തീരാത്ത കടപ്പാടുണ്ട്. എല്ലാം ശരിയാവും. കൂടുതൽ സഹായം ആവശ്യമാണ് ഇപ്പോൾ. ഇപ്പോൾ അത്രയും വലിയ സംഖ്യ ആയതുകൊണ്ട് എല്ലാവരും സഹായിക്കുന്ന ഒരു വിശ്വാസത്തിൽ പോവുകയാണ്. പൈസ കിട്ടിയാൽ മാത്രമേ ഓപ്പറേഷൻ നടക്കുള്ളൂ. അപ്പം അങ്ങനെ പൈസ അവിടെ കുറച്ച് ഓപ്പറേഷനുള്ളത് കെട്ടി വെക്കണം, എന്നാൽ ഉടനെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ICUയിലുള്ളത്, അപ്പം അതിൻ്റെ ചികിത്സകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കരൾ നൽകാൻ അമ്മ തന്നെയാണ് സന്നദ്ധയായിട്ടുള്ളത്. അതിന്റെ ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ തുക വേഗത്തിൽ തന്നെ കെട്ടിവെക്കേണ്ടതുണ്ട്. 55 ലക്ഷം രൂപയാണ് ആവശ്യമായുള്ളത്. സുമനസ്സുകളുടെ സഹായം ഇനിയും വേണം. 70 ലക്ഷത്തിൽ 15 ലക്ഷം രൂപ മാത്രമാണ് ഇതുവരെ സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. വലിയ സഹായം, എല്ലാവരുടെ സഹായവും ഉണ്ടാകേണ്ട ഒരു സാഹചര്യമാണുള്ളത്. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. അപ്പം എന്തായാലും വിവേകിന്റെ അവസ്ഥ ഇതാണ് എന്ന് നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് റിപ്പോർട്ട് സമർപ്പിക്കുകയാണ്. അപ്പോൾ സഹായിക്കാൻ കഴിയുന്നവർ എത്രയും പെട്ടെന്ന് അത് ചെയ്യുക. വിവേകിനെ പഴയ പോലുള്ള ജീവിതം സമ്മാനിക്കുക എന്നതാണ് അല്ലേ? അതെ, ഇനി നമുക്ക് നേരെ പോകേണ്ടത് ശബരിമലയിലേക്കാണ്. ശരണം സന്നിധാനം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. അതെ, ശബരിമലയിൽ ഭക്തജനക്കുറവിന് ആകെ മൊത്തം പ്രശ്നമാണല്ലോ. ഭക്തജന തിരക്കിന് നേരിയ കുറവുണ്ട്. ഇറങ്ങാത്തതുകൊണ്ടുള്ള പ്രശ്നമാണെന്ന്. അതെ, അപ്പൊ 73,588 പേരാണ് ഇന്നലെ ദർശനം നടത്തിയത്. മകരവിളക്ക് പൂജകൾക്കായി നട തുറന്ന ശേഷമുള്ള ആദ്യ 2 ദിവസം 1 ലക്ഷത്തിലധികം പേർ ദർശനം നടത്തിയിരുന്നു. എന്നാലും പ്രവൃത്തി ദിനമായതിനാൽ ഇന്നും നാളെയും കൂടി തിരക്ക് കുറയും എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. രാഹുൽ സുരേഷ് ഇതിന്റെ കൂടുതൽ വിവരങ്ങളുമായി സന്നിധാനത്തും ചേരുന്നുണ്ട്. രാഹുൽ, ഗുഡ് മോർണിംഗ്. അപ്പോൾ സന്നിധാനത്ത് ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷമാണ്. എല്ലാ ദിവസവും അവിടെ നിന്നാണ് രാവിലെ ലൈവുമായിട്ട് രാഹുൽ ചേരുന്നത്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് പറയാം. എനിക്ക് തോന്നുന്നു തുടർച്ചയായ വർഷങ്ങളിൽ രാഹുൽ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ശബരിമല. അപ്പോൾ തിരക്കിനെ കുറിച്ച് വന്നു കഴിഞ്ഞാൽ കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്. 1 ലക്ഷമൊക്കെ കടന്നുപോയ തീർത്ഥാടന തിരക്ക് അതിപ്പോൾ ഒന്ന് കുറഞ്ഞു. എന്താണ് അതിന് കാരണം?
മറ്റു വിവരങ്ങൾ എന്താണ്? അപ്പോൾ മകരവിളക്ക് മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ എങ്ങനെ പോകുന്നു? പ്രജിൻ, പ്രവിത, വെരി ഗുഡ് മോർണിംഗ്. സന്നിധാനത്ത് രാവിലെ തന്നെ നല്ല തണുപ്പാണ്. അതോടൊപ്പം തന്നെ ശരണമന്ത്രങ്ങളാൽ മുഖരിതമായൊരു അന്തരീക്ഷമാണ് രാവിലെ സന്നിധാനത്തുള്ളത്. പ്രജിനും പ്രവിതയും സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് കാര്യമായ തിരക്കിൽ കുറവുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മകരവിളക്കിനായി നട തുറന്ന ആദ്യ 2 ദിവസവും 1 ലക്ഷത്തിലധികമായിരുന്നു തീർത്ഥാടകരുടെ എണ്ണം. പക്ഷേ ഇന്നലെയും ഇന്നും ആ തിരക്കിനൊരു കുറവുണ്ട്. അത് പ്രവൃത്തി ദിനമായത് ഈ തിരക്ക് കുറയാൻ കാരണമായി എന്നാണ് ദേവസ്വം ബോർഡിന്റെ ഒരു വിലയിരുത്തൽ. ഇന്നും നാളെയും കൂടി ഇതേ നിലയിൽ തിരക്ക് കുറവായിരിക്കും. പക്ഷേ അതിനുശേഷം ശനിയും ഞായറും വരികയാണ്. അപ്പോൾ വലിയൊരു തിരക്കാണ് സന്നിധാനത്തേക്ക് പ്രതീക്ഷിക്കുന്നത്. മകരവിളക്കിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ അവസാന ഘട്ടത്തിലൂടെ മുന്നോട്ട് പോകുകയാണ്. അപ്പത്തിൻ്റെയും അരവണയുടെയും ഉള്ള ഒക്കെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. ആവശ്യത്തിന് സ്റ്റോക്ക് ഉണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഞാൻ റിപ്പോർട്ട് ചെയ്യാനായി ഇവിടെ എത്തിയപ്പോൾ അപ്പത്തിന് അരവണയ്ക്ക് ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നു. 10 ടിന്നിൽ കൂടുതൽ അരവണ നൽകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള നിയന്ത്രണം ഒന്നും തന്നെ ഈ ഘട്ടത്തിലില്ല. അത് ഈ സംഘാടക മികവ് എന്ന് തന്നെ എടുത്തു പറയേണ്ട ഒന്നായി പറയുന്നു. അതോടൊപ്പം ഇന്ന് 80,000-ഓളം തീർത്ഥാടകരാണ് വെർച്വൽ ക്യൂവിലൂടെ തീർത്ഥാടനത്തിനായി ബുക്ക് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കാനനപാത വഴിയും അല്ലാതെയും സ്പോട്ട് ബുക്കിംഗ് വഴിയും കൂടുതൽ തീർത്ഥാടകർ എത്തുമെന്ന് ദേവസ്വം ബോർഡ് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഒരുക്കങ്ങളെല്ലാം തന്നെ അവസാന ഘട്ടത്തിലാണ്. മുമ്പ് ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ സമാധാനമായ അന്തരീക്ഷത്തിൽ തീർത്ഥാടനം ഈ തവണയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രജിൻ, പ്രവിത. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റോറി കൊടുക്കാം. നമുക്ക് സൗദിയിലേക്കാണ് പോകേണ്ടത്. അവിടെ ഉംറ തീർത്ഥാടനത്തിനായി എത്തിയവരെ വട്ടം ചുറ്റിച്ച് സർവീസ് ഏജന്റ് എന്നുള്ള വാർത്ത വരുന്നുണ്ട്. അപ്പോൾ തീർത്ഥാടകരെ സൗദിയിൽ ഉപേക്ഷിച്ച ഏജന്റ് നാട്ടിലേക്ക് മടങ്ങി എന്നുള്ളതാണ് ഇവരുടെ പരാതി. ദീനയിൽ നിന്ന് 15 മണിക്കൂർ റോഡ് മാർഗം സഞ്ചരിച്ച് ദമാമിലെത്തിയ തീർത്ഥാടകർ 24 മണിക്കൂറിലധികമാണ് ദമാം വിമാനത്താവളത്തിൽ കുടുങ്ങിപ്പോയത്. മുഹമ്മദിയ ഹജ്ജ് ഉംറ സർവീസ് ഏജൻസി വഴിയാണ് തീർത്ഥാടകർ സൗദിയിൽ എത്തിയത്. കേരളത്തിൽ നിന്നും കർണാടകയിൽ നിന്നുമായി ഉംറയ്ക്കെത്തിയ 160ഓളം പേരടങ്ങുന്ന തീർത്ഥാടക സംഘമാണ് സൗദിയിൽ കുടുങ്ങിയത്. കർണാടകയിലെ പുത്തൂർ കബക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മുഹമ്മദിയ ഹജ്ജ് ഉംറ സർവീസ് എന്ന ഏജൻസിക്കെതിരെയാണ് തീർത്ഥാടകരുടെ പരാതി. 65,000-ഓളം രൂപ കൊടുത്ത് 15 ദിവസത്തെ പാക്കേജിലാണ് ഇവർ സൗദിയിലെത്തിയത്. മദീനയിലെ താമസം കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങാൻ സമയത്താണ് മടക്കയാത്ര ടിക്കറ്റില്ലെന്ന് ഏജന്റ് പറയുന്നത്. ടിക്കറ്റ് ശരിയാക്കാനെന്നും പറഞ്ഞ് മദീനയിൽ നിന്ന് പോയ അഷ്റഫ് സഖാഫി എന്ന മുഹമ്മദിയ ഹജ്ജ് ഉംറ സർവീസ് ഉടമ നേരെ നാട്ടിലേക്ക് രക്ഷപ്പെട്ടതായി തീർത്ഥാടകർ പറഞ്ഞു. ഹജ്ജ് ഉംറ മന്ത്രാലയവും ഇന്ത്യൻ കോൺസുലേറ്റും ഇടപെട്ട് ഇവർക്ക് മദീനയിൽ താമസ സൗകര്യവും KCF, KMCC, റയാൻ കാറ്ററിംഗ് തുടങ്ങിയവയുടെ സന്നദ്ധ പ്രവർത്തകർ ഭക്ഷണവും മരുന്നും ഒരുക്കി. എന്നിട്ട് മൂപ്പർ അഷ്റഫ് സഖാഫി എന്ന് പറയുന്ന ആളാണ് ഈ നമ്മുടെ മുഹമ്മദിയ ഗ്രൂപ്പിന്റെ ലീഡർ. അയാൾ ഞാൻ മക്കത്തേക്ക് പോയി വരാമെന്ന് പറഞ്ഞു. ഞാനത് വിശ്വസിച്ചു. അങ്ങനെ പോയ ആള് പിന്നെ പറയുന്നത് ഞാൻ കാലിക്കറ്റിലാണെന്ന് പറഞ്ഞ ആള് പിന്നെ ഒരു വിവരവുമില്ല. കോൾ എടുത്ത ആള് സംസാരിക്കുന്നില്ല, വേണ്ടതുപോലെ ഇല്ല. ഇവിടേക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ അതൊന്നും വേണ്ടതുപോലെ ചെയ്യുന്നുമില്ല. അങ്ങനെ എല്ലാം ചെയ്ത് അങ്ങനെ കുടുങ്ങിയാണ്. റിട്ടേൺ ടിക്കറ്റ് ഉണ്ട് എന്നാണ് ആദ്യം പറഞ്ഞത്. അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് ഓൾറെഡി ഉണ്ട് എന്നാണ് പറഞ്ഞത്. പിന്നെ നോക്കുമ്പോൾ ടിക്കറ്റ് ഇല്ല എന്നാണ് മനസ്സിലാകുന്നത്. മദീനയിൽ നിന്നും 1200-ലധികം കിലോമീറ്റർ ദൂരമുള്ള ദമാമിൽ നിന്നാണ് പിന്നീട് സർവീസ് ഏജൻസി മടക്കയാത്ര ടിക്കറ്റ് ബുക്ക് ചെയ്തത്. 4 വിമാനങ്ങളിലായി കോഴിക്കോട്, കണ്ണൂർ, ബംഗളൂരു എന്നിവിടങ്ങളിലേക്ക്. എന്നാൽ കൃത്യസമയത്ത് എയർപോർട്ടിലേക്ക് യാത്രാ സൗകര്യം ഒരുക്കാത്തതിനാൽ 80ഓളം തീർത്ഥാടകരുടെ വിമാനയാത്ര മുടങ്ങി. ഇന്നലെ പുലർച്ചെ 5:30-നുള്ള ഇൻഡിഗോ വിമാനത്തിൽ മടങ്ങേണ്ട 33 പേരടങ്ങുന്ന സംഘം ഏജൻസി ഒരുക്കിയ ബസ്സിൽ 15 മണിക്കൂറോളം റോഡ് മാർഗം യാത്ര ചെയ്ത് ദമാമിലെത്തിയപ്പോൾ സമയം 7 മണി. ഉച്ചയ്ക്ക് 1:30-ക്ക് പുറപ്പെടേണ്ട 50-അംഗ സംഘത്തിനും സമയത്തിന് എയർപോർട്ടിൽ എത്താത്തതിനാൽ മടങ്ങാനായില്ല. ദമാം വിമാനത്താവളത്തിൽ കുടുങ്ങിയ യാത്രക്കാർക്ക് KCF-ന്റെ നേതൃത്വത്തിലാണ് ഭക്ഷണം എത്തിച്ചു നൽകിയത്. ദമാമിലെ സുമനസുകളുടെ ശ്രമഫലമായി ഇത്രയും തീർത്ഥാടകർക്ക് പുതിയ ടിക്കറ്റ് എടുത്തു. ഇന്ന് ഉച്ചയോടെ ഇവർക്ക് നാട്ടിലേക്ക് മടങ്ങാനാകുമെന്നാണ് പ്രതീക്ഷ. അങ്ങനെ മൊത്തത്തിലുള്ള വന്ന ആളുകളെല്ലാം ഇവിടെ എയർപോർട്ടിൽ കുടുങ്ങിക്കിടക്കുകയാണ്. രാവിലെ മുതൽ ഞാൻ ഏകദേശം 5:30-6 മണി സമയത്ത് ഞങ്ങൾ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ആ സമയം മുതൽ ഇതുവരെ ഒരുപാട് പ്രവർത്തകന്മാരും കൂട്ടുകാരും സഹപാഠികളൊക്കെ ഈ വിഷയങ്ങൾ അറിഞ്ഞ് ഇവിടെ എത്തിയിട്ടുണ്ട്. അവർക്കുള്ള ഫുഡുകളും മറ്റു ഭക്ഷണത്തിന്റെ കാര്യത്തിലെല്ലാം ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട്. ഉച്ചവരെ ഇതിന്റെ ഏജൻസികൾ 1-2 ആളുകൾ നമ്മൾ സഹകരിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഉച്ചശേഷം ആയതോടെ ഏജൻസിമാരും ഇവിടെ കൈവഴിഞ്ഞു. അതോടുകൂടെ എല്ലാവരും നിരാശരായി. ഇപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ ജുബൈലിലെയും ദമാമിലെയും കോബാറിലെയും ഒരുപാട് പ്രവർത്തകന്മാർ, സ്നേഹിതന്മാർ എല്ലാവരും ഇവിടെ വന്ന ആളുകൾക്കുള്ള വിഷമൊക്കെ കണ്ട് അവർക്ക് നാട്ടിലേക്ക് എത്താനുള്ള എന്തായാലും എത്ര പ്രശ്നമല്ല. മടക്കയാത്ര ടിക്കറ്റ് ലഭിക്കാത്ത 4 പേർ ഇപ്പോഴും മദീനയിലുണ്ട്.
മദീനയിലെ പ്രധാനപ്പെട്ട കർമ്മമായ റൗള സന്ദർശനത്തിന് പല തീർത്ഥാടകർക്കും അവസരം ലഭിച്ചില്ല എന്ന പരാതിയുമുണ്ട്. കോഴിക്കോട്, കാസർഗോഡ്, മലപ്പുറം, വയനാട് ജില്ലകളിൽ നിന്നുള്ളവരാണ് വഞ്ചിക്കപ്പെട്ട തീർത്ഥാടകരിൽ കൂടുതലും. കൃത്യമായ പ്ലാനില്ലാതെ ഉംറ യാത്ര സംഘടിപ്പിക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മുങ്ങുകയും ചെയ്യുന്ന ഇത്തരം ഏജൻസികൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും നിയമ നടപടി സ്വീകരിക്കണമെന്നുമാണ് സാമൂഹിക പ്രവർത്തകർ ആവശ്യപ്പെടുന്നത്. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. കണ്ടു കണ്ടു കടലു കണ്ടിട്ടെത്ര നാളായി, ഏലോ ഏലോ ഏലയ്യോ. ഒത്തിരി നാളായി, ഒത്തിരി 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 നാളായി, ഏലോ ഏലോ ഏലയ്യോ. ഓടിച്ചു കണ്ടിട്ടെത്ര നാളായി, ഏലോ ഏലോ ഏലയ്യോ. കളി പറഞ്ഞിട്ടൊത്തിരി നാളായി, ഏലോ ഏലോ ഏലയ്യോ. കെട്ടിപ്പിടിച്ചിട്ട് മുത്തിച്ചു വപ്പിച്ചിട്ടെത്ര നാളായി, കണ്ടോ കണ്ടോ കടല് കണ്ടോ. കണ്ടു കണ്ടു കടലു കണ്ടിട്ടെത്ര നാളായി, ഏലോ ഏലോ ഏലയ്യോ. അപ്പോ കടലിന്റെ അടുത്ത് വന്നിട്ട് കടലിനെ കുറിച്ച് പാട്ട് പാടിയില്ലെങ്കിൽ ശരിയല്ലല്ലോ. അതാണ് ഈ പാട്ട് പാടിയത്. അപ്പോൾ നമുക്ക് അടുത്ത വാർത്തയിലേക്കും വിശേഷങ്ങളിലേക്കും വരാം. ഇപ്പോൾ സമയം ചോദിക്കുന്നുണ്ട് കുറേ പ്രേക്ഷകർ. ഇപ്പോൾ സമയം 6:52 ആയിരിക്കുന്നു. മോർണിംഗ് വാക്കിനായിട്ടും ജോഗിനായിട്ടും ഒക്കെ ഈ ഫോർട്ട് കൊച്ചി ബീച്ചിലെ ഈ വാക്ക് വേയിൽ ഒരുപാട് പേര് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളിൽ എത്ര പേർ ജോഗിങ് കഴിഞ്ഞെത്തിയിട്ടുണ്ട്, എത്ര പേർ ജോലിക്ക് ഇറങ്ങിയിട്ടുണ്ട്, ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ പറയുക. ഇനി അടുത്ത റിപ്പോർട്ടിലേക്ക് പോകാം. 24 കണക്റ്റും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും സംയുക്തമായി കാസർഗോഡ് ജില്ലയിൽ നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ തറക്കല്ലിടിയിൽ നടന്നു. മുള്ളേരിയ വേങ്ങത്തടുക്ക സ്വദേശി ശാരദയ്ക്കാണ് വീട് നിർമ്മിച്ചു നൽകുന്നത്. റിപ്പോർട്ടുകൾ. 2 വർഷം മുൻപാണ് ശാരദയുടെ ഭർത്താവ് കരൾ രോഗം മൂലം മരിച്ചത്. 3 മക്കൾ ഉൾപ്പെടുന്ന കുടുംബം സമീപത്തെ ഒറ്റമുറി വീട്ടിലാണ് താമസം. പുതിയ വീടെന്ന ആവശ്യവുമായി പഞ്ചായത്തിൽ നിരവധി തവണ കയറിയിറങ്ങിയെങ്കിലും ഫലമുണ്ടായില്ല. ഇപ്പോൾ ഒരു 10 കൊല്ലത്തിനു മുകളിലായി ഇതിൽ താമസിക്കുന്നത്. അപ്പോൾ മഴക്കാലത്ത് ഇതിൻ്റെ ഉള്ളിൽ വെള്ളം വരുന്നത് ഇങ്ങനത്തെ കുറേ കഷ്ടതകളുണ്ടായിരുന്നു. പിന്നെ പഞ്ചായത്തിൽ കൊടുത്തിരുന്നു. അപ്പോൾ ആ സമയത്ത് ആ സ്കീമില്ല അങ്ങനെ. അപ്പോൾ ഇങ്ങനെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ 24 കണക്ട് അങ്ങനെ ലൈഫിലൊക്കെ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ കുറേ സമയം കഴിയുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ താമസിക്കുന്നത് ഇതന്നെ ഇപ്പോൾ മണ്ണിൽ കെട്ടിയിട്ടുള്ളത്. ഇതോടെയാണ് 24 കണക്റ്റിനെ സമീപിക്കുന്നത്. തൊഴിലുറപ്പ് തൊഴിലാളിയാണ് ശാരദ. വീടിനായി സ്വന്തമായി സ്ഥലം വാങ്ങി. ഇതോടെ വീടെന്ന ശാരദയുടെ സ്വപ്നം പൂവണിഞ്ഞു. പഞ്ചായത്തിലേക്ക് തന്നായിരുന്നു. അപ്പോൾ ആദ്യഘട്ടത്തിൽ അവർക്ക് സ്ഥലം ഉണ്ടായിട്ടില്ലായിരുന്നു. ഇപ്പോൾ സ്ഥലം 5 സെന്റ് സ്ഥലം വാങ്ങി ഡിസിഷൻ ഉൾപ്പെടുത്തിയതാണ്. ജില്ലയിൽ കൂടുതൽ വീടുകൾ നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് 24 കണക്റ്റും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും. 24 കാസർഗോഡ്. യെസ്, അപ്പോൾ അതാണ് ആ റിപ്പോർട്ടിന് ശേഷം നമ്മളതാ ഇപ്പോൾ നമുക്ക് പിന്നിൽ കാണാം. ഒരു പ്രാവ് ഒരു പേടിയില്ലാണ്ട് അടുത്തുകൂടതാ തൊട്ടടുത്തൂടെ നടക്കും. ആദ്യമായിട്ട് കാണുകയാണോ? അല്ല, അടുത്തൂടെ നടക്കുന്ന പ്രാവിനെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. ഒരു പേടിയില്ലാണ്ട് നടക്കുന്നു, അതാണ് പറഞ്ഞത്. ചിലപ്പോ ഇവിടെ ഇഷ്ടംപോലെ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നമ്മുടെ പുറകിൽ കണ്ടോ, കൊച്ചിയുടെ ഒരു സൗന്ദര്യം ഇത് തന്നെയാണ്. എവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ചീനവലകൾ കാണാം. ഈ കായലിലേക്ക് തള്ളി നിൽക്കുന്ന ചീനവലകൾ. ഇപ്പൊ ഇതിന് ഒരു പ്രത്യേകത ഉണ്ട്. അല്ല, കായലിലേക്ക് മാത്രമല്ല, അഴിമുഖത്തും ഈ പറയുന്ന കടലിനോട് ചേർന്ന് നടക്കുന്ന ഭാഗങ്ങളിലൊക്കെ നമുക്കിത് കാണാം. ഇതിപ്പോ കടലിനകത്താണ്. ഈ പറയുന്ന പോലെ ആക്റ്റീവ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്റ്റീവ് ആണ്. ഇപ്പൊ അതിനകത്ത് ആൾക്കാരെ കാണുന്നില്ല. കുറച്ചുകൂടെ കഴിയുമ്പോഴാണ്, 9 മണിയൊക്കെ കഴിയുമ്പോഴായിരിക്കും വരിക. അപ്പോൾ കമന്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് പ്രേക്ഷകരുടെ കമന്റ്സ്. അപ്പൊ നേരത്തെ ഞാൻ ചോദിച്ചിരുന്നു നമ്മൾ പാടിയ പാട്ട് ആരാണ് എഴുതിയതെന്ന്. കൃത്യമായി നിരവധി പ്രേക്ഷകർ പറഞ്ഞിട്ടുണ്ട്. കെ ജയകുമാർ IAS എഴുതിയ പാട്ടാണ്. മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം എഴുതിയ പാട്ടായിരുന്നു. ഒരുപാട് നല്ല ഗാനങ്ങൾ എഴുതിയ ആളാണ്. വടക്കൻ വീരഗാഥയിലെ ഗാനങ്ങളൊക്കെ നമ്മൾ എത്രമാത്രം ഇങ്ങനെ പാടി നടക്കുന്നതാണ്. നമുക്കിനി അടുത്ത സെഗ്മെന്റിലേക്ക് പോയാലോ. പെട്ടെന്ന് നമ്മുടെ അവസാന ഘട്ടത്തിലേക്ക് മോർണിംഗ് വാക്ക് തിരിക്കുകയാണ്. അപ്പോൾ സ്പോർട്സ് വാർത്തകളിലേക്ക്. ആദ്യ റിപ്പോർട്ടിലേക്ക് പോവാം. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ സാധ്യത നിലനിർത്താൻ ടീം ഇന്ത്യ നാളെ ജീവൻ മരണ പോരിന് ഇറങ്ങാൻ പോവുകയാണ്.
എന്നാൽ ഓസ്ട്രേലിയക്കെതിരായ സിഡ്നി ടെസ്റ്റിലെ ജയം മാത്രം പോരാ ഇന്ത്യക്ക് ഫൈനലിലെത്താൻ. ഇന്ത്യൻ സാധ്യതകളെക്കുറിച്ച് അനിൽ വാസുദേവ് തയ്യാറാക്കിയ ഒരു എക്സ്പ്ലെയിനറിലേക്കാണ്. പുതുവർഷത്തിലെ ആദ്യ മത്സരം ടീം ഇന്ത്യക്ക് ജീവൻ മരണ പോരാട്ടമാണ്. മെൽബൺ ടെസ്റ്റിലെ 184 റൺസ് തോൽവിയോടെ ബോർഡർ ഗാവസ്കർ പരമ്പരയിൽ പിന്നിലായി പോയി എന്നത് മാത്രമല്ല, ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലേക്കുള്ള ഡയറക്റ്റ് എൻട്രിക്കും തിരിച്ചടി നേരിട്ടു. ഇന്ത്യയുടെ ഫൈനൽ സാധ്യതകൾ ഇനി എങ്ങനെയെന്ന് നോക്കാം. ഫൈനൽ പ്രതീക്ഷ നിലനിർത്താൻ സിഡ്നി ടെസ്റ്റിൽ ജയം അനിവാര്യമാണ്. ഒപ്പം ശ്രീലങ്കയ്ക്കെതിരായ പരമ്പരയിൽ ഓസ്ട്രേലിയ തോൽക്കുക കൂടി വേണം. ഇനി തോൽവിയോ സമനിലയോ ആണ് മത്സരബലമെങ്കിൽ ഇന്ത്യൻ സാധ്യതകൾ അവസാനിച്ചു. ഓസ്ട്രേലിയക്കാകട്ടെ ഇന്ത്യക്കെതിരെ 1, ശ്രീലങ്കയ്ക്കെതിരെ 2 ടെസ്റ്റുകളും ബാക്കിയുണ്ട്. ഇതിലേതെങ്കിലും ഒന്നിൽ ജയിച്ചാൽ മതി ഫൈനലിലെത്താൻ. നിലവിലെ ലോക ടെസ്റ്റ് ചാമ്പ്യന്മാരാണ് ഓസ്ട്രേലിയ. ശ്രീലങ്കയ്ക്കും സാധ്യതകളുണ്ട്. ഇന്ത്യ ഓസ്ട്രേലിയ മത്സരം സമനിലയിൽ കലാശിക്കുകയും ഓസ്ട്രേലിയക്കെതിരായ പരമ്പര 2-0 നേടുകയുമാണെങ്കിൽ ലങ്കയാകും ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഫൈനൽ കളിക്കുക. ജൂൺ 16 മുതൽ ലോർഡ്സിലാണ് 3ാം ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ. അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നും തുടർച്ചയായ 3ാം ഫൈനലിൽ കളിക്കാൻ ടീം ഇന്ത്യക്ക് ആകുമെന്നും സ്വപ്നം കാണുകയാണ് ഇന്ത്യൻ ആരാധകർ. അടുത്ത ഒരു റിപ്പോർട്ടിലേക്ക് പോയാലോ പെട്ടെന്ന്. അടുത്തിടെ കോടിപതിയായ ഒരു കർഷകനുണ്ട് പാലക്കാട് പനങ്ങാട്ടിരിയിൽ. ലോട്ടറി എടുത്തോ LIC ഏജന്റായോ ഒന്നുമല്ല ഈ നേട്ടം, മറിച്ച് മണ്ണിൽ പൊന്നു വിളയിച്ച് കൃഷിയിൽ നിന്ന് ലാഭം പിടിച്ചാണ് ഈ കർഷകൻ കോടിപതിയായത്. അതെ, കർഷക ആത്മഹത്യകളും കൃഷി ലാഭകരമല്ല എന്ന പതിവാശങ്കയും നിലനിൽക്കുമ്പോഴാണ് പ്രതീക്ഷ നൽകുന്ന ഈ റിപ്പോർട്ട് വരുന്നത്. ആ റിപ്പോർട്ടിലേക്കാണ്. പാവലും പടവലവും പയറും ഉൾപ്പെടെയുള്ള പന്തൽ വിളവിലാണ് പനങ്ങാട്ടിരി സ്വദേശി ശിവദാസൻ നേട്ടം കൊയ്തത്. ചെറിയ രീതിയിൽ മത്തനും കുമ്പളവും ഒക്കെ 18 ഏക്കറിൽ കൃഷി ചെയ്യുന്നുണ്ട്. ഇത്തവണ മികച്ച വിളവ് കിട്ടി. ഇതോടെ 1 കോടി ക്ലബിൽ ശിവദാസനും എത്തി. എലവഞ്ചേരി സ്വാശ്രയ കർഷക സമിതി അതിൽ ഇന്ന് ഈ സാമ്പത്തിക വർഷം 15 കോടി രൂപയുടെ വിറ്റുവരവ് നേടാൻ കഴിഞ്ഞിട്ട് അതിൽ 1 കോടിയുടെ മേലെ വിറ്റുവരവ് നേടാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. ചെയ്ത് വരുന്നത് 3 വിളകളെയാണ്. പയറും പാവയ്ക്കാണ് ഏറ്റവും കൂടുതൽ, പിന്നെ പടവളവും പന്തൽ വിളകളും നമ്മൾ ആശ്രയിച്ച് പോകുന്നുണ്ട്. പ്രകൃതി ചതിച്ചില്ലെങ്കിൽ കൃത്യമായ മുന്നൊരുക്കത്തോടെ വിളവിറക്കിയാൽ കൃഷി ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് ശിവദാസൻ പറയുന്നത്. എലവഞ്ചേരിയിൽ ഒരു വ്യാപകമായ 2007 ശേഷം വ്യാപകമായി എല്ലാ കർഷകരും വ്യാപകമായ ഡ്രിപ്പ് ഇറിഗേഷൻ, പെർമനന്റ് പന്തൽ ഉൾപ്പെടെയുള്ള ചെലവ് ചുരുങ്ങിയ രീതിയിലേക്ക് കൃഷി രീതിയിലേക്ക് അവലംബിക്കുകയും അതിൽ നല്ല രീതിയിലുള്ള ഡെവലപ്പ് ആകാനുള്ള ഒരു സാഹചര്യം വഴിയൊരുക്കുകയും തിരിഞ്ഞു പോയിട്ടുണ്ട്. തുടർന്നും ഇതേ രീതിയിൽ നല്ല പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കാനാണ് ഈ കർഷകന്റെ തീരുമാനം. കടുത്ത നഷ്ടം നിമിത്തം കൃഷി അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കർഷകർക്ക് ഒരു പ്രചോദനവുമാണ് ഈ കർഷകൻ. 24 പാലക്കാട്. അപ്പോൾ 2025 2ാം ദിനത്തിലെ നമ്മുടെ ഇന്നത്തെ മോർണിംഗ് വാക്ക് പൂർത്തിയാക്കാൻ സമയമാവുന്നു.